നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ഹദീസ്, പരിശുദ്ധമായ റമദാൻ ശരീഫ് കടന്നു വരുന്നതിന്റെ തലേന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു വലിയ പ്രഭാഷണം നടത്തി. ഒരു വലിയ ദീർഘമായ ഹദീസാണ്. അത് മുഴുവൻ ഞാൻ പറയുന്നില്ല, അതിലുള്ള ചെറിയൊരു ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖദ് അദല്ലകും സഹറുൻ അദീം. ഓ മുഅ്മിനീങ്ങളെ, ഓ മനുഷ്യരെ, ഒരു വലിയ മാസമാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ അതിന്റെ മഹത്വമൊക്കെ പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ നിബിധങ്ങൾ പറയാം, ഈ മാസം ആരെങ്കിലും ഒരു നോമ്പുള്ള മനുഷ്യന് നോമ്പ് തുറപ്പിച്ചാൽ കിട്ടുന്ന ഒരു പ്രതിഫലം നിബിധങ്ങൾ പറയുന്നത് കാണാം. 3 നേട്ടങ്ങളാണ് അയാൾക്ക് കിട്ടുക. നിബിധങ്ങൾ പറഞ്ഞു, വമൻ ഫത്തറ ഫീഹി സ്വായിമ, ആരെങ്കിലും ഒരു നോമ്പുകാരനെ ഈ റമദാൻ മാസം നോമ്പ് തുറപ്പിച്ചാൽ കാന മഗ്ഫിറതൻ ലിദുനൂബിഹി, ആ നോമ്പ് തുറപ്പിച്ചത് കാരണം അവന്റെ മുഴുവൻ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. ഒരു നേട്ടാണ്. രണ്ടാമത് തങ്ങൾ പറഞ്ഞു, അവനെ നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കും. അവൻ ആ നോമ്പ് തുറപ്പിച്ചത് കാരണം അവൻ നരകത്തിൽ കടക്കൂല. മൂന്നാമത്തെ പ്രതിഫലം നബി തങ്ങൾ പറഞ്ഞു, وكان له مثل أجره من غير أن ينقص من أجره شيء. ആ നോമ്പെടുത്ത ആൾക്ക് കിട്ടിയ അതേ പ്രതിഫലം ഈ നോമ്പ് തുറപ്പിച്ച ആൾക്ക് അല്ലാഹു നൽകുന്നതാണ്. ഇങ്ങനെ 3 വലിയ നേട്ടങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ഇത് വലിയ നേട്ടമാണ്. ഒരാൾക്ക് തുറപ്പിച്ചാലുള്ള നേട്ടാണ് പറഞ്ഞത്. അപ്പൊ കുറെ ആളുകൾക്ക് നോമ്പ് തുറപ്പിച്ചാലുള്ള നേട്ടം എത്രയാണ്? ഇത് കേട്ടപ്പോ സ്വഹാബത്തിന് വല്ലാത്ത സന്തോഷം. അവരും ചോദിച്ചു, നബിയെ, ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾക്ക് തന്നെ നോമ്പ് തുറക്കാൻ ഒന്നുമില്ലാത്ത സാധുക്കളാണ്. അതുകൊണ്ട് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലൈസ കുല്ലുനാ യജിദു മാ യുഫത്തിറു ബിൽ സ്വായിം, ഞങ്ങൾ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കാനുള്ള വിഭവങ്ങളുള്ള സാമ്പത്തിക ശേഷിയുള്ളവരല്ല. നമുക്കറിയാം, ഹിജ്റ 2ാമത്തെ വർഷമാണ് നോമ്പ് നിർബന്ധാക്കിയത്. ഹിജ്റ 2ാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയം. ഇത് കേട്ടപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ഞങ്ങൾക്ക് നോമ്പ് തുറപ്പിക്കാനുള്ള വിഭവങ്ങളൊന്നും ഇല്ലാത്ത പാവങ്ങളാണ്. അപ്പോഴാണ് തങ്ങൾ പറയുന്നത്, നിങ്ങൾ പേടിക്കേണ്ടതില്ല. നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഈ ഒരു പ്രതിഫലം, ഈ വലിയ പ്രതിഫലം അല്ലാഹു നൽകും. ആർക്കെന്നറിയോ? മൻ ഫത്തറ അലാ തംറത്തിൻ ഔ ശർബത്തി മാഇൻ, ഒരു ഈത്തപ്പഴം കൊടുത്തിട്ടാണ് നോമ്പ് തുറപ്പിക്കുന്നതെങ്കിലും, അതല്ല, അതുമില്ല, ഒരു പച്ചവെള്ളത്തിന്റെ ഒരു ഇറക്ക് കൊടുത്തിട്ടാണ് നോമ്പ് തുറപ്പിക്കുന്നതെങ്കിലും നമ്മുടെ നിയ്യത്ത് നന്നായാൽ ഈ വലിയ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഞാനിത് ഈ തുടക്കത്തിൽ തന്നെ പറയാനുള്ള ഒരു കാരണം കൂടെ എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ പള്ളികളിൽ നോമ്പ് തുറകളുണ്ട്. ഇത് നമ്മളൊന്നൊരു തമാശയായിട്ടോ അല്ലെങ്കിൽ ഒരു കേവലം ഒരു ചടങ്ങായിട്ടോ കാണാൻ പാടില്ല. ഇത് നല്ല നിയ്യത്ത് ചെയ്താൽ, നമ്മളൊന്ന് ആലോചിച്ചോ, നമ്മുടെയൊക്കെ ജീവിതകാലത്ത് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ എത്രയാണ്. ഇതൊക്കെ പൊറപ്പിച്ച് കളയാനുള്ള ഒരു നല്ലൊരു ചാൻസ് റമദാൻ മാസം മാത്രം അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പള്ളിയിലും നോമ്പ് തുറ നല്ല വിപുലമായി തന്നെ നടക്കുന്നുണ്ട്. അതിലൊക്കെ സഹകരിക്കുന്ന ഒരുപാട് ആളുകൾ, നമ്മുടെ കുട്ടികളൊക്കെ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ കഴിയുന്ന ആളുകളൊക്കെ അതിലേക്ക് ഓരോ ദിവസത്തെ നോമ്പ് തറ, പള്ളിയിലെ നോമ്പ് തറ നിങ്ങളൊക്കെ ഒന്ന് ഏറ്റെടുത്ത് അത് വിജയിപ്പിക്കണമെന്ന് കൂടെ നിങ്ങളോട് ഈ ഒരു സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ അമലുകളും കബൂലാക്കുമാറാവട്ടെ. നമ്മൾ പറയുന്നതും നമ്മൾ കേൾക്കുന്നതൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ അറിവില്ലാത്തവരും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയ പാപികളായി ഒരുപാട് മോഹിനിയങ്ങൾക്ക് നീ പാപമോചനം നൽകുമ്പോ പാപികളായ ഞങ്ങളെയും ഈ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അപ്പൊ നീ ഒരുപാട് ആളുകളെ സ്വർഗത്തിലേക്ക് കടത്തുമ്പോ ഞങ്ങളെയും ആ കൂട്ടത്തിൽ നീ കൊടുത്തി അനുഗ്രഹിക്കണം അല്ലാഹ്. പരിശുദ്ധമായ റമദാൻ ശരീഫിന്റെ ആദ്യ വെള്ളിയാഴ്ച നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.